മുഖ്യമന്ത്രി ഇന്നൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഇന്നലെ പത്രസമ്മേളനത്തിനാണെന്ന് തോന്നുന്നു. അഴിമതിക്കാരെ പിടിക്കും. 700 പേർ ഷാഡോ ലിസ്റ്റിലുണ്ട്, 700 പേരെ നിരീക്ഷിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് അധികാരത്തിലെത്തിയിട്ട് ഏകദേശം 8-9 വർഷമാകുന്നു. 7 പേരെയെങ്കിലും ഡിസ്മിസ് ചെയ്തിട്ടുണ്ടോ? ഈ സസ്പെൻഷനിൽ തീരുന്നതല്ല ഈ വിഷയം. സസ്പെൻഷനിൽ നിർത്തിയാൽ അവർ തീർച്ചയായിട്ടും ആ സമയത്ത് അവർ വേറെ എന്തെങ്കിലും പ്രൈവറ്റ് ജോലിയും ചെയ്തിട്ട് പിന്നെ പകുതി ശമ്പളം വാങ്ങി അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് എല്ലാ ശമ്പളമൊക്കെ എഴുതിയെടുക്കുന്ന വലിയ കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഡിസ്മിസ് ചെയ്യാൻ സാധ്യതയുണ്ടോ? പിരിച്ചുവിടാൻ കഴിയുമോ? അഴിമതി നടത്തുന്നവരെ പിരിച്ചുവിടാൻ ഒരു വല്ല വകുപ്പുണ്ടോ? അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കുമോ? അഴിമതി കണ്ടുപിടിച്ചാൽ മറ്റ് അന്വേഷണമൊന്നുമില്ലാതെ തന്നെ പിരിച്ചുവിടണം. അഴിമതി തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് അപ്പീൽ കൊടുക്കുക, കേസ് കൊടുക്കുക, പിന്നെ സുപ്രീം കോടതി, ഹൈക്കോടതി എന്നൊക്കെ പറഞ്ഞ് പോകാതെ അപ്പൊ തന്നെ പിരിച്ചുവിടാൻ, സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ ഒരു പ്രൊവിഷൻ ഉണ്ടാക്കാവോ? അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടാക്കിയാൽ മാത്രമേ ഈ അഴിമതിയെ വേറെടുക്കാൻ കഴിയുകയുള്ളൂ. ഒരിക്കൽ അണ്ണാഹസാരെ പറയുകയുണ്ടായി, കേരളത്തിലൊരു അഴിമതി വിരുദ്ധ മൂവ്മെന്റ് എന്തുകൊണ്ട് നടത്തുന്നില്ല? നമ്മുടെ വില്ലേജ് ഓഫീസിൽ ഇപ്പോൾ ഒരുപാട് ഓൺലൈനൊക്കെ ആയിട്ടുണ്ട്. അതുവരെ എന്തായാലും RTO ഓഫീസ്, വില്ലേജ് ഓഫീസ്, അതുപോലെ തന്നെ ഓരോ ജനങ്ങൾക്ക് സേവനം കൊടുക്കുന്ന എല്ലാ ഓഫീസുകളിലും കുഞ്ഞു കുഞ്ഞ് കൈക്കൂലിയുണ്ട്. ഇപ്പോൾ ഒരുപാട് ഓൺലൈനിലേക്ക് മാറിയതുകൊണ്ട് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതേസമയം ഉദ്യോഗസ്ഥർ ചെയ്യുന്ന അഴിമതി പിടിക്കുമെന്ന് പറയുന്നതല്ലാതെ 7 പേരെയെങ്കിലും സസ്പെൻഡ് ചെയ്യുവാൻ, അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്യാൻ, സസ്പെൻഡ് ചെയ്യാനല്ല, സർവീസിൽ നിന്ന് തന്നെ പറഞ്ഞിടുവാൻ, അവരെ ജയിലിൽ പിടിച്ചിടുവാൻ എന്തെങ്കിലും നിയമം ഉണ്ടാക്കാവോ? വെറുതെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടതൊന്നും കാര്യമില്ല, ജയിലിൽ പിടിച്ചിടണം. അങ്ങനെ ഒരു 10 പേരെ ഒന്ന് ജയിലിൽ പിടിച്ചിടൂ. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങ് ഇറങ്ങുന്നതിന് മുമ്പേ 10 അഴിമതിക്കാരെ പിടിച്ച് ജയിലിലിടൂ. അതായിരിക്കും ഒരുപക്ഷെ അങ്ങയുടെ ഈ 10 വർഷക്കാലത്തെ ഏറ്റവും വലിയ ഭരണ നേട്ടമായി ഇനി വരുന്ന തലമുറ ഏറ്റെടുക്കുന്നത്. ബാക്കിയുള്ള ഉദ്യോഗസ്ഥർക്ക് ഒരു ഭയമെങ്കിലും ഉണ്ടാകട്ടെ. ഇതിപ്പോ എന്ത് ചെയ്താലും ഒരു ചെറിയ സസ്പെൻഷനിലേക്ക് പോകും, അത് കഴിഞ്ഞ് തിരിച്ചു വരാമെന്നുള്ള വലിയ സാധ്യതയിലല്ലേ നിൽക്കുന്നത്. പ്ലീസ് ദയവായി ഒരു 10 പേരെ, ഈ 700 പേരെ ഇപ്പൊ ഷാഡോളെന്ന് പറയുന്നത്, അതെന്തായാലും 10 പേരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുമല്ലോ. 10 പേരെ പിടിച്ച് കാരാഗ്രഹത്തിൽ ഇടാമോ അഴിമതി നടത്തുന്നതിന്റെ പേരിൽ? അത് അങ്ങ് ചെയ്യുന്ന, ഈ സമൂഹത്തിൽ ചെയ്യുന്ന വലിയ കാര്യമായിരിക്കും.